ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി 5 വിശുദ്ധ അഗത. ഇറ്റലിയിലെ സിസിലിയിൽ 3-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിത്വം വരിച്ച കന്യകയാണ് വിശുദ്ധ അഗത. അതീവ സുന്ദരിയായിരുന്ന അഗതയുടെ മാതാപിതാക്കൾ സമ്പന്നരും സമൂഹം മുഴുവൻ മാനിക്കുന്നവരുമായിരുന്നു. ക്രൈസ്തവ വിശ്വാസികളായ അവർ മക്കളെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞവളായി വളർത്തിക്കൊണ്ടുവന്നു. അഗതയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറെ പേരുണ്ടായിരുന്നെങ്കിലും തന്നെ പൂർണ്ണമായി യേശുവിന് സമർപ്പിച്ച് ഉത്തമ ക്രിസ്തു ശിഷ്യയായി തീരാനായിരുന്നു അഗതയുടെ മോഹം. ടീഷ്യസ് ചക്രവർത്തി ക്രൈസ്തവ മതവിശ്വാസികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയതോടെ അഗതയുടെ കുടുംബം ഭീതിയുടെ നിഴലിലായി. ചക്രവർത്തിയുടെ സിസിലിയിലെ പ്രതിനിധിയായിരുന്ന ക്വിന്റിയാസ് അഗതയെ മോഹിച്ചിരുന്നു. തനിക്ക് വീണ് കിട്ടിയ അവസരം മുതലാക്കുവാൻ അയാൾ തന്നെ തീരുമാനിച്ചു. അഗതയ്ക്ക് 15 വയസ്സായിരുന്നു അപ്പോൾ പ്രായം. ക്വിന്റിയാസ് പടയാളികളെ വിട്ട് അഗതയെ തടവിലാക്കി. ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നതായിരുന്നു അവളുടെ തെറ്റ്. അഗതയെ പോലെ പിടിയിലായ മറ്റുള്ളവരെയും തടവറയിലടച്ചു. എന്നാൽ അഗതയെ സ്വന്തമാക്കാൻ മോഹിച്ചിരുന്ന ക്വിന്റിയാസ് അവളെ ഒരു വലിയ മണിമാളികയിലാക്കി. അവിടെ സമ്പന്നയായ ഒരു ദുഷ്ട സ്ത്രീയും അവളുടെ 5 പെൺമക്കളും ഉണ്ടായിരുന്നു. അഗതയെ വശത്താക്കുവാൻ ആ യുവതികൾ ശ്രമം ആരംഭിച്ചു. എന്നാൽ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും കണ്ട് അഗത മതിമറന്നില്ല. ക്വിന്റിയാസിനെ കുറിച്ച് മോഹവാക്കുകൾ പറഞ്ഞ് അവളിൽ ലൈംഗിക വികാരം ഉണർത്തുവാനുള്ള ശ്രമവും ഫലിച്ചില്ല. തൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമെന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ക്വിന്റിയാസ് തന്നെ നേരിട്ടെത്തി. മറ്റുള്ളവരെയെല്ലാം ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നൊടുക്കിയതിൻ്റെ കഥകൾ അയാൾ വിവരിച്ചു. തനിക്കൊപ്പം കിടക്ക പങ്കിടാൻ തയ്യാറായാൽ അഗതയെ മോചിപ്പിക്കാമെന്നും സ്വത്തുക്കളും അധികാരവും നൽകാമെന്നും അയാൾ പറഞ്ഞു. അഗതയുടെ മറുപടി ഇതായിരുന്നു: യേശുവാണ് എൻ്റെ രക്ഷ, യേശുവിലാണ് എൻ്റെ ജീവിതം. ജുപ്പിറ്റർ ദേവന്റെ വിഗ്രഹത്തിൽ നമസ്കരിക്കുവാൻ അവളോട് ക്വിന്റിയാസ് കൽപ്പിച്ചു. അവൾ അതിനും വഴങ്ങിയില്ല. ക്രുദ്ധനായ ക്വിന്റിയാസ് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പൂർണ്ണ നഗ്നയാക്കി തീക്കനലിലൂടെ ഉരുട്ടി. ദേഹം മുഴുവൻ പൊള്ളലുമായി അവളെ തടവറയിലേക്ക് വലിച്ചെറിഞ്ഞു. തടവറയിൽ വെച്ച് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ദർശനം അഗതയ്ക്കുണ്ടായതായും അവളുടെ മുറിവുകൾ ശ്ലീഹ സുഖപ്പെടുത്തിയതായും ചില അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അഗത സുഖപ്പെട്ടതറിഞ്ഞ് ക്വിന്റിയാസ് വീണ്ടും പീഡനങ്ങൾ ആരംഭിച്ചു. തൽക്ഷണം ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടായതായും ക്വിന്റിയാസിന്റെ 2 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചതായും ഐതിഹ്യമുണ്ട്. ഭൂമികുലുക്കം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ ക്വിന്റിയാസിന്റെ അടുത്തെത്തി അഗതയെ പീഡിപ്പിക്കുന്നത് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. ജനങ്ങളുടെ വാക്ക് കേട്ട് അഗതയെ മർദ്ദിക്കുന്നത് നിർത്താൻ അയാൾ കൽപ്പന കൊടുത്തു. വീണ്ടും ജയിൽ മുറിയിൽ അടയ്ക്കപ്പെട്ട വിശുദ്ധ അഗത അവിടെ വെച്ച് മരിച്ചു. AD 280 അഗതയുടെ രക്തസാക്ഷിത്വം. ഭൂമികുലുക്കവും പ്രകൃതിക്ഷോഭവും ഉണ്ടാകുമ്പോൾ വിശുദ്ധ അഗതയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇപ്പോഴും ധാരാളമുണ്ട്. ഇന്നേ ദിവസം രോഗികളും അനാഥരുമായ എല്ലാവരെയും നമുക്ക് ദൈവത്തിൻ്റെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.